ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. ഇനി റംസാൻ വിശേഷത്തിലേക്ക്. MES കൊച്ചി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടന്നു. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി കൊച്ചി താലൂക്ക് കമ്മിറ്റി കപ്പലണ്ടിമുക്ക് ഷാദി മഹലിൽ റംസാൻ ഉദ്ബോധന പ്രഭാഷണവും ഇഫ്താർ വിരുന്നും ഒരുക്കി. മാധ്യമപ്രവർത്തകർ, മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രമുഖർ അടക്കമുള്ള ജീവിതത്തിന്റെ നാനാതുറകളിലുള്ളവർ പ്രഭാഷണ പരിപാടിയിലും ഇഫ്താർ വിരുന്നിലും പങ്കെടുത്തു. പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ സുബൈർ പീഡിയേക്കൽ ആധുനിക ജീവിതത്തിൽ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. നോമ്പനുഷ്ഠിക്കുന്നവർ റമദാൻ മാസത്തിൽ എന്ന പോലെ അതിനുശേഷവും വിശുദ്ധി നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നോമ്പ് വെറും പട്ടിണി കിടക്കുന്നതിലുപരി തങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മതയും ധർമ്മനിഷ്ഠതയും പുലർത്തുന്നവരായി തീരുന്നതിനും വേണ്ടിയുള്ളതാണെന്നും തന്റെ ഉദ്ബോധന പ്രഭാഷണത്തിൽ സുബൈർ പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനവും പിന്തുണയും നൽകുന്നു. അങ്ങനെ ഒരുപാട് നന്മകളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അള്ളാഹു അവൻ്റെ തൃപ്തിയും പൊരുത്തവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നന്മകൾക്ക് ഉന്നതമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നത്തെ ഈ ഇഫ്താർ ക്ലാസ്സിൽ ആധുനിക സമൂഹവും വ്രതാനുഷ്ഠാനവും എന്ന തലക്കെട്ടിലുള്ള അല്പം ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറബിയിൽ സൗം എന്നാണ് നോമ്പിനെ പറയാൻ. സൗം, സിയാം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്കതിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറ ബഖറയിലാണ് വളരെ ഗൗരവത്തോടെ നോമ്പിനെക്കുറിച്ച് അള്ളാഹു കൽപ്പനാ സ്വരത്തിൽ നമ്മോട് വർത്തമാനം പറയുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നോമ്പെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം വരുന്നത് അത്താഴത്തിന് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പിന്നെ മഗ്‌രിബ് വരെ ഒന്നും കുടിക്കരുത്, കഴിക്കരുത്. നമ്മുടെ നോമ്പ് അത്രമേൽ ഗൗരവത്തോടെ നമ്മളതിനെ കാണും. പക്ഷെ ഈ നോമ്പിൻ്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ MES പ്രിൻസിപ്പൽ PK യാക്കൂബ്, റിട്ടയർഡ് DYSP അബ്ദുൽ ഹമീദ്, VU ഹംസക്കോയ, മുഹമ്മദ് അഷ്റഫ്, മുഹമ്മദ് അമീൻ എന്നിവർ പ്രസംഗിച്ചു. അത്താഴത്തിന് എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ പിന്നെ മഗ്‌രിബ് വരെ ഒന്നും കുടിക്കരുത്, കഴിക്കരുത്. നമ്മുടെ നോമ്പ് അത്രമേൽ ഗൗരവത്തോടെ നമ്മളതിനെ കാണും. പക്ഷെ ഈ നോമ്പിൻ്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മുൻഗാമികളുടെ അവസ്ഥ നമ്മളൊന്നറിയണം. അഥവാ ഉംറക്കും ഹജ്ജിനൊക്കെ പോയ ആളുകൾ ഈ സദസ്സിലുണ്ട്. മറുവ, സഫ മറുവ നമുക്കറിയാം. മറുവയുടെ പുറകുവശത്തേക്ക് ഒരൽപ്പം നടന്നു കഴിഞ്ഞാൽ ചുറ്റും മലകളാൽ വലയം ചെയ്യപ്പെട്ടൊരു താഴ്വരയും. പ്രസിഡന്റ് KM ഹസൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ നന്ദിയും പറഞ്ഞു. വളരെ ബുദ്ധിമുട്ടി ഒട്ടനവധി പരിപാടി നടത്തുവാൻ വേണ്ടി എമൗണ്ട് സംഘടിപ്പിക്കുന്നതിൽ നമ്മുടെ മാനവകളൊക്കെ തന്നെ ഒരുപാട് സമയം ബുദ്ധിമുട്ട് പല കാലം ചെയ്യുന്നതിൽ മാനവർക്ക് പ്രവർത്തനം കെട്ടാൻ നിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ നാളുകൾക്ക് 24-ാം തീയതി തന്നെ ജനകൂടി നടത്തി ഇവിടുത്തെ മാനവകളൊക്കെ പ്രഖ്യാപിച്ചു. അത് തന്നെ ഏറ്റവും വലിയ നേട്ടമാണ്. ഒരുപാട് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടു വലിയൊരു സംഘടനയായിട്ട് മാതൃക MES കൊച്ചി താലൂക്ക് സംഘടന എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുകയും മുന്നോട്ട് വരുന്നു. എന്നാൽ വളരെ കാലങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ തുടർന്ന് നടന്ന ഇഫ്താർ വിരുന്നിനും പ്രാർത്ഥനയ്ക്കും സുബൈർ പീഡിയേക്കൽ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.